1976 ജൂൺ 27 രാവിലെ ഏകദേശം 9 മണിക്ക് ഇസ്രായേലിലെ ടെൽ അവീവിലുള്ള ബെൽഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് AF139 പാരീസിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായി കിടക്കുകയായിരുന്നു. ഇതൊരു നേരിട്ടുള്ള യാത്രയായിരുന്നില്ല. ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസ് വഴിയായിരുന്നു പാരീസിലേക്ക് എത്തേണ്ടിയിരുന്നത്. ദിവസവും ഏതൻസിൽ ലാൻഡ് ചെയ്ത് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാറുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് പാരീസിലേക്ക് പോകുന്ന ചില യാത്രക്കാർ ഈ ഫ്ലൈറ്റിൽ കയറാറുമുണ്ട്. അന്ന് ഏതൻസിൽ നിന്ന് ഈ ഫ്ലൈറ്റിൽ കയറുന്നതിനായി 58 യാത്രക്കാരായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഈ വിമാനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 248 യാത്രക്കാരും പൈലറ്റ് ഉൾപ്പെടെ 12 ജീവനക്കാരടക്കം 260 പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വിമാനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടിരുന്നതിനാൽ തന്നെ അതിൽ കൂടുതലും ഇസ്രായേലി വംശജരായ ജൂതരായ യാത്രക്കാരായിരുന്നു. ബോർഡിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഷെഡ്യൂൾ പ്രകാരം രാവിലെ 8:59 അതായത് ഏതാണ്ട് 9 മണിക്ക് തന്നെ ഈ വിമാനം ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് പറന്നുയർന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതിലെ യാത്രക്കാർക്കാർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാത്ര ആരംഭിച്ച് ഏകദേശം 11:30 ആയപ്പോഴേക്കും ഷെഡ്യൂൾ ചെയ്തതുപോലെ ഗ്രീസിലെ ഏതൻസിൽ വിമാനം അടുത്ത സ്റ്റോപ്പിനായി ഇറങ്ങി. ഇതേ സമയത്ത് ആ വിമാനത്തെ ലക്ഷ്യമിട്ട് ഏതൻസിലെ ആ വിമാനത്താവളത്തിൽ 4 പേർ അവരുടെ ക്യാബിൻ ബാഗുകളിൽ തോക്കുകളും ഹാൻഡ് ഗ്രനേഡുകളും ഒളിപ്പിച്ച് എയർപോർട്ട് സുരക്ഷാ പരിശോധനകളുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കടന്നിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് വിമാനത്താവളങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ദുർബലമായിരുന്നു. ഈ വിമാനത്തിലും ഒരു സ്ഥലത്തെ മെറ്റൽ ഡിറ്റക്ടർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് എക്സ്റേ സ്ക്രീനിലെ സ്കാനിംഗ് ആരും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇതുമൂലം ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ ആയുധങ്ങളുമായി വിമാനത്താവളത്തിനുള്ളിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. അവരുടെ പ്രധാന ലക്ഷ്യവും ഇപ്പോൾ ഗ്രീസിലെ ഏതൻസിൽ പറന്നിറങ്ങിയ ഇസ്രായേലിൽ നിന്നെത്തിയ എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് AF139 ആയിരുന്നു. ഈ വിമാനം പാരീസിലേക്കാണ് പോകുന്നത്. ഗ്രീസിലെ ഏതൻസിൽ ഒരു സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. 38 യാത്രക്കാർ ആ വിമാനത്തിൽ നിന്ന് ഈ വിമാനത്താവളത്തിൽ ഇറങ്ങുകയും 58 പുതിയ യാത്രക്കാർ ഈ വിമാനത്താവളത്തിൽ നിന്നും ആ വിമാനത്തിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ ഈ വിമാനത്തിൽ കയറിയ 58 പേരിൽ ആ 4 തീവ്രവാദികളും ഉൾപ്പെട്ടിരുന്നു. ആ 4 പേരുടെയും ലക്ഷ്യം ആ വിമാനം റാഞ്ചുക എന്നത് തന്നെയായിരുന്നു. വിമാനത്തിൽ കയറിയ ഈ 4 തീവ്രവാദികളും സാധാരണ യാത്രക്കാരെ പോലെയാണ് പെരുമാറിയത്. 2 പേർ ഫസ്റ്റ് ക്ലാസ്സിലും മറ്റ് 2 പേർ എക്കണോമിക് ക്ലാസ്സിലുമായി അവരവരുടെ സീറ്റുകളിലിരുന്നു. അപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞ് 12 മണി കഴിഞ്ഞിരുന്നു. വിമാനം അവിടെ നിന്നും പാരീസിലേക്ക് പറക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ നിശ്ചിത സമയത്ത് തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്തു. പറന്നുയർന്ന് ഏകദേശം 8 മിനിറ്റുകൾക്ക് ശേഷം വിമാനം ഗൾഫ് ഓഫ് കോറിന്ത് എന്ന പ്രദേശത്തിന് മുകളിൽ എത്തിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിരുന്ന 2 പേർ പെട്ടെന്ന് എഴുന്നേറ്റു. അവരുടെ ഒരു കയ്യിൽ പിസ്റ്റളും മറ്റൊരു കയ്യിൽ ഗ്രനേഡുമായിരുന്നു. അവർ അതിവേഗം പൈലറ്റ് ഇരിക്കുന്ന കോക്പിറ്റിൽ നേരെ നടക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ 2 പേർ ആയുധങ്ങളുമായി പോകുന്നത് കണ്ട് ക്യാബിൻ ക്രൂവും മുൻനിരയിലുണ്ടായിരുന്ന ചില യാത്രക്കാരും ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ മുന്നിലെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് പിന്നിലിരിക്കുന്ന എക്കണോമിക് ക്ലാസ്സിലെ യാത്രക്കാർക്ക് അപ്പോഴും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കോക്പിറ്റിനുള്ളിൽ ക്യാപ്റ്റൻ മൈക്കിൾ ബാക്കോസ് എന്ന ഒരു പൈലറ്റും ഒരു കോ പൈലറ്റും ഒരു ചീഫ് എഞ്ചിനീയറുമാണ് ഉണ്ടായിരുന്നത്. പുറത്തു നിന്നുള്ള നിലവിളികൾ കേട്ടപ്പോൾ പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. കോക്പിറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ചീഫ് എഞ്ചിനീയറുടെ മുന്നിലുണ്ടായിരുന്നത് വിൽഫ്രഡ് എന്ന തീവ്രവാദിയായിരുന്നു. അയാളുടെ ഒരു കയ്യിൽ ഗ്രനേഡും മറ്റൊരു കയ്യിൽ തോക്കുമുണ്ടായിരുന്നു. ചീഫ് എഞ്ചിനീയറുടെ തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ കോക്പിറ്റിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. തുടർന്ന് കോ പൈലറ്റിനെ മാറ്റി അയാൾ ആ സീറ്റിലിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വനിതാ ഹൈജാക്കർ തോക്ക് ചൂണ്ടി ചീഫ് എഞ്ചിനീയറെയും കോ പൈലറ്റിനെയും ആ കോക്പിറ്റിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് പ്രധാന തീവ്രവാദിയായ വിൽഫ്രഡ് പൈലറ്റിൻ്റെ തലയിൽ തോക്ക് വച്ചുകൊണ്ട് കർശനമായി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ പാരീസിലേക്ക് പറത്തുന്ന ഈ വിമാനം ഉടനെ തന്നെ തെക്കോട്ട് തിരിക്കുക. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല. എന്നാൽ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ വെടിവെച്ച് കൊല്ലും.
ഇതെല്ലാം കേട്ട പൈലറ്റ് വേറെ വഴിയില്ലാതെ വിമാനം തെക്ക് ദിശയിലേക്ക്, അതായത് ലിബിയയുടെ ഭാഗത്തേക്ക് തിരിച്ചു. മുന്നിൽ കോക്പിറ്റിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ പിന്നിലെ ഇക്കണോമിക് ക്ലാസ്സിലുണ്ടായിരുന്ന ജായേൽ, ഫൈസ് എന്നീ 2 തീവ്രവാദികളും തോക്കും ഗ്രനേഡുകളും ഉപയോഗിച്ച് അവിടെയുള്ള യാത്രക്കാരെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. അങ്ങനെ വെറും 2-3 മിനിറ്റുകൾക്കുള്ളിൽ വിമാനം പൂർണ്ണമായും ഈ തീവ്രവാദികളുടെ പിടിയിലായി. തുടർന്ന് പ്രധാന ഹൈജാക്കർ കോക്പിറ്റിലിരുന്ന് പൈലറ്റിൻ്റെ മൈക്രോഫോൺ വഴി ആ വിമാനത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ഈ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ. ഈ വിമാനം ഇനി മുതൽ ഹൈഫ എന്ന പേരിൽ അറിയപ്പെടും. ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നാൽ ഞങ്ങളുടെ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ ഈ വിമാനം ഞങ്ങൾ തകർത്ത് കളയും. എല്ലാവർക്കും മനസ്സിലാകുന്നതിനായി അയാൾ ഈ സന്ദേശം ഫ്രഞ്ച് ഭാഷയിലും ആവർത്തിച്ചു. ഈ 4 ഹൈജാക്കർമാർ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരായിരുന്നു. ഇക്കണോമിക് ക്ലാസ്സിലായിരുന്ന ജായേൽ, ഫൈസ് എന്നീ 2 തീവ്രവാദികൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എക്സ്റ്റേണൽ ഓപ്പറേഷൻ എന്ന ഗ്രൂപ്പിൽ നിന്നുള്ളവരായിരുന്നു. ഇസ്രായേലിനെതിരെ പാലസ്തീൻ്റെ വിമോചനത്തിനായി പോരാടുന്നവരായിരുന്നു അവർ. അതുപോലെ ഈ വിമാനം ഹൈജാക്ക് ചെയ്ത് പൈലറ്റ് കോക്പിറ്റിൽ നിയന്ത്രിക്കുന്ന ബ്രിറ്റ്, വിൽഫ്രഡ് എന്നിവർ ജർമ്മനിയിലെ റവല്യൂഷണറി സെൽസ് എന്ന ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. അമേരിക്കയുടെയും മറ്റ് ശക്തരായ പാശ്ചാത്യ ശക്തികളുടെയും ആധിപത്യത്തിനെതിരെ ജർമ്മനിയിലും മറ്റും പോരാടുന്നവരായിരുന്നു ഈ ഗ്രൂപ്പ്. പാലസ്തീൻ വിമോചന പോരാളികൾക്കും അവർ പിന്തുണ നൽകിയിരുന്നു. ഈ 2 ഗ്രൂപ്പുകളിലെയും പല അംഗങ്ങളും ലോകമെമ്പാടുമുള്ള വിവിധ ജയിലുകളിൽ തടവുകളിലായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ഇസ്രായേൽ ജയിലുകളിലായിരുന്നു. ഈ തടവുകാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ 2 ഗ്രൂപ്പും ഒന്നിച്ചു ചേർന്ന് ഈ വിമാനം റാഞ്ചിയിരിക്കുന്നത്. അങ്ങനെ വിമാനം കുറച്ചു നേരം അതിൻ്റെ യാത്ര തുടർന്നു. ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ വിമാനം ലിബിയയിലെ ബെൽഗാസി എയർ സ്പേസിൽ പ്രവേശിച്ചു. അവിടെ എത്തിയപ്പോൾ പൈലറ്റ് ലിബൻ എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെടുകയും വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട വിവരവും വിമാനത്തിൽ ആവശ്യത്തിന് ഇന്ധനം അവശേഷിക്കുന്നില്ല എന്ന കാര്യവും അവരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം ലിബിയയിൽ ഇറങ്ങുന്നതിൽ ലിബിയൻ എയർ ട്രാഫിക് കൺട്രോളർ ആദ്യം ആശങ്ക അറിയിച്ചു. എന്നാൽ വിമാനത്തിൽ ഇന്ധനം തീരാറായതിനാൽ ലിബിയയിൽ ലാൻഡ് ചെയ്യുകയല്ലാതെ അവർക്ക് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. അല്ലാത്തപക്ഷം വിമാനം ഇന്ധനമില്ലാതെ തകർന്നു വീഴും. അതിനാൽ കുറച്ചു നേരത്തെ ചർച്ചകൾക്ക് ശേഷം വിമാനത്തിന് ലിബിയയിലെ ബെൽഗാസി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ അനുമതി ലഭിച്ചു. ലാൻഡ് ചെയ്തതിനു ശേഷം ഈ ഹൈജാക്കർമാർക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അവർ യാതൊരു കൂസലുമില്ലാതെ വിമാനത്തിൽ നിന്നിറങ്ങി ചില ലിബിയൻ ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ചു. തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കഴിക്കാൻ ചില ഭക്ഷണ സാധനങ്ങൾ നൽകി. തുടർന്ന് ഹൈജാക്കർമാരിൽ ഒരാൾ വിമാനത്തിലെ യാത്രക്കാരുടെ പാസ്പോർട്ടുകളും മറ്റു രേഖകളും വാങ്ങി വിസ സ്റ്റാമ്പിംഗ് വരെ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ആ വിമാനത്തിലെ യാത്രക്കാരെ അമ്പരപ്പിച്ചു. ഇന്ധനം നിറയ്ക്കുന്നതിനും മറ്റുമായി ഏകദേശം 6-7 മണിക്കൂർ വിമാനം ലിബിയയിൽ നിർത്തിയിട്ടു. വിമാനം തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പായതോടെ യാത്രക്കാരെല്ലാം ഭയന്ന് വിറച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഇസ്രായേലിലേക്ക് കുടിയേറിയ ബ്രിട്ടീഷ് വംശജയായ പെട്രീഷ്യ മാട്രിൽ എന്ന യുവതിയും ആ വിമാനത്തിൽ യാത്രക്കാരിയായി ഉണ്ടായിരുന്നു. ഭയന്ന് വിറച്ചിരുന്ന അവൾ ഹൈജാക്ക് ചെയ്യപ്പെട്ട ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ഒരു അടവ് പ്രയോഗിച്ചു. താൻ ഒരു ഗർഭിണിയാണെന്നും വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ലെന്നും ഇത്തരത്തിലുള്ള യാത്രാ അസ്വസ്ഥതകൾ കാരണം ഗർഭം അലസൽ സംഭവിക്കുന്നത് പോലെയൊക്കെ അവൾ അഭിനയിച്ചു. എന്തായാലും പെട്രീഷ്യയുടെ തന്ത്രം ഫലിച്ചു. ഹൈജാക്കർമാർ അവളെ ബെൽഗാസി എയർപോർട്ടിൽ വച്ച് തന്നെ മോചിപ്പിച്ചു. ഈ സ്ത്രീ സ്വതന്ത്രമായ ഉടനെ തന്നെ ഹൈജാക്കിംഗ് വാർത്ത ലോകമെമ്പാടും കാട്ടുതീ പോലെ പടർന്നു. ഒപ്പം ഇസ്രായേലും ഈ ഹൈജാക്കിംഗ് വിവരം അറിയുന്നു. ആ ഫ്ലൈറ്റിലെ ഏതാണ്ട് പകുതിയോളം യാത്രക്കാരും ഇസ്രായേലികളായിരുന്നതിനാൽ ഇസ്രായേലിൽ വലിയ കോലാഹലങ്ങൾ വരെ സൃഷ്ടിക്കപ്പെട്ടു. ഓരോ നിമിഷം പിന്നിടുമ്പോഴും തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത്രയധികം യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹൈജാക്കർമാർ വലിയൊരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. അതിനാൽ ഹൈജാക്കർമാർ തങ്ങളുടെ ഡിമാൻഡ് അറിയിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ ഒരു രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ലിബിയയിലെ ബെൽഗാസി എയർപോർട്ടിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം വിമാനം വീണ്ടും പറന്നുയർന്നു. പറന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനം തെക്കോട്ട് ഉഗാണ്ടയുടെ ദിശയിലേക്ക് തിരിക്കാൻ ഹൈജാക്കർമാർ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു.
ഒരു സാധാരണ ഫ്ലൈറ്റ് ക്യാപ്റ്റനെ പോലെ തന്നെ ഹൈജാക്കർ മൈക്കിലൂടെ അനൗൺസ്മെൻ്റ് നടത്തുകയും ഓരോ വിവരങ്ങളും യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിമാനം ഇനി ഉഗാണ്ടയിലെ എൻഡബയിലായിരിക്കും ലാൻഡ് ചെയ്യുകയെന്നും അയാൾ അനൗൺസ് ചെയ്തു. ഇതിനോടകം തന്നെ ഭയന്നു വിറച്ചിരുന്ന യാത്രക്കാർ ഉഗാണ്ടയുടെ പേര് കേട്ടതോടെ കൂടുതൽ പരിഭ്രാന്തരായി, പ്രത്യേകിച്ച് ഇസ്രായേലി യാത്രക്കാർ. അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെ വിമാനം ഉഗാണ്ടയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു. ആ സമയത്ത് ഉഗാണ്ടയുടെ പ്രസിഡൻ്റായിരുന്ന ഈദി അമീൻ ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അയാൾ പ്രകോപനകരമായ സ്വഭാവക്കാരനാണെന്നും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും മനുഷ്യനെപ്പോലും കൊന്നു ഭക്ഷിച്ചിരുന്നവൻ എന്ന കുപ്രസിദ്ധിയുണ്ടായിരുന്നു. കൂടാതെ അധികാരത്തിൽ വന്ന ശേഷം ആയിരക്കണക്കിന് രാഷ്ട്രീയ എതിരാളികളെ അയാൾ കൊന്നൊടുക്കിയിരുന്നു. അതിലുപരി ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടായിരുന്നു അയാൾ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉഗാണ്ടയിൽ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈദി അമീൻ ഹൈജാക്കർമാരുമായി ചേർന്ന് തങ്ങളെ എന്ത് ചെയ്യുമെന്നോർത്ത് ഇസ്രായേലി യാത്രക്കാർ കൂടുതൽ പരിഭ്രാന്തരായി. കുറച്ചു നേരത്തിനു ശേഷം വിമാനം ഉഗാണ്ടയുടെ എയർ സ്പേസിൽ പ്രവേശിച്ചു. ശേഷം അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളർ വലിയ എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ വിമാനം എളുപ്പത്തിൽ ലാൻഡ് ചെയ്യാൻ അനുവദിച്ചു. റാഞ്ചി വിമാനം ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ഈദി അമീന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും അയാൾ തീവ്രവാദികളുമായി ഒത്തുകളിക്കുകയാണെന്നും സംശയിക്കാൻ ഈ നീക്കം കാരണമായി. അങ്ങനെ ഒടുവിൽ ജൂൺ 28 പുലർച്ചെ ഏകദേശം 3 മണിയോടെ ഫ്ലൈറ്റ് 139 ഉഗാണ്ടയിലെ എൻഡബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിന് ചുറ്റും ആയുധധാരികളായ ഉഗാണ്ടൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാറുകളും ട്രക്കുകളുമായി എങ്ങും സൈന്യം മാത്രമായിരുന്നു. അവർ വിമാനത്താവളം പൂർണ്ണമായും വളഞ്ഞിരുന്നു. ഈ സമയമായപ്പോഴേക്കും റാഞ്ചപ്പെട്ട വിമാനത്തിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്ന ഇസ്രായേലിന് ആ വിമാനം ഉഗാണ്ടയിലാണ് ഇറങ്ങിയതെന്നുള്ള പൂർണ്ണ വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെൻറ്റിന് മനസ്സിലാകുന്നു. അതിനാൽ അവർ തങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റാമിനും ഉന്നതതല ഉദ്യോഗസ്ഥരും തുടർച്ചയായ മീറ്റിങ്ങുകൾ നടത്തി രക്ഷാദൗത്യത്തിനായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. റാഞ്ചപ്പെട്ട വിമാനം ഇറങ്ങിയിരിക്കുന്ന ഉഗാണ്ടയിലെ എൻഡബയിലെ ഈ എയർപോർട്ടിൻ്റെ ഒരു വശത്ത് പുതിയ ടെർമിനലും മറ്റൊരു വശത്ത് പഴയ ടെർമിനലുമായിരുന്നു. പുതിയ ടെർമിനൽ നിർമ്മിച്ച ശേഷം പഴയ ടെർമിനലിൻ്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. ഇനി നടക്കാൻ പോകുന്ന പ്രധാന സംഭവങ്ങൾക്കെല്ലാം വേദിയാകുന്നത് ആ പഴയ ടെർമിനലാണ്. ഉഗാണ്ടയിലെ എൻഡബയിൽ വിമാനം ലാൻഡ് ചെയ്ത ശേഷം ഹൈജാക്കർമാർ ആ പഴയ ടെർമിനലിലേക്ക് പോവുകയും ഉഗാണ്ടൻ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും അതിശയകരമായ കാര്യം എന്തെന്നാൽ ഹൈജാക്കർമാരായ 4 തീവ്രവാദികളും ഉഗാണ്ടൻ ഉദ്യോഗസ്ഥരും ആ പഴയ ടെർമിനലിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ്റെ 3 തീവ്രവാദികൾ കൂടി അവിടെ വന്നു ചേർന്നു എന്നതാണ്. ഈ 3 തീവ്രവാദികൾ അവിടെ എങ്ങനെ എത്തി, അവരെ എന്തുകൊണ്ട് ആരും തടഞ്ഞില്ല, ഇതിനൊന്നും ഇപ്പോഴും ആർക്കും ഉത്തരമില്ല. പക്ഷേ ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്ന ഈദി അമീൻ തീവ്രവാദികൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു എന്നത് തന്നെയാണ്. അതോടെ 4 പേരുണ്ടായിരുന്ന തീവ്രവാദികളുടെ എണ്ണം 7 മാറി. അല്പസമയത്തിനു ശേഷം ആ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിൽ നിന്നും അവർ എല്ലാ യാത്രക്കാരെയും വരിയായി പുറത്തിറക്കി പഴയ ടെർമിനലിലേക്ക് കൊണ്ടുപോയി. യാത്രക്കാർ നടന്നു പോകുമ്പോൾ അവർക്ക് ഇരുവശങ്ങളിലുമായി ഉഗാണ്ടൻ സൈന്യവും ഹൈജാക്കർമാരും കാവൽ നിന്നിരുന്നു. അവർക്കിടയിലൂടെയാണ് ഭയചകിതരായ ബന്ദികളായ യാത്രക്കാർ ആ പഴയ ടെർമിനലിലേക്ക് നീങ്ങിയത്. പഴയ ടെർമിനലിനുള്ളിൽ ഒരു വലിയ വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു. ബന്ദികളാക്കപ്പെട്ട എല്ലാ യാത്രക്കാരെയും അവിടെയാണ് എത്തിച്ചത്. ഹാളിൽ എത്തിയ ശേഷം ഹൈജാക്കർമാർ ആയിരുന്നില്ല ആ ബന്ദികളാകപ്പെട്ട യാത്രക്കാർക്ക് കാവൽ നിന്നിരുന്നത്. ഉഗാണ്ടൻ സൈന്യം അതിനായി റിലീഫിംഗ് ടീം എന്നൊരു പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ഹൈജാക്കർമാർ മുകളിൽ പോയി വിശ്രമിക്കുമ്പോൾ ഈ സൈനികരാണ് ബന്ദികളാക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇതിനുശേഷം അധികം വൈകാതെ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീൻ നേരിട്ട് ആ ഹാളിലേക്ക് വരികയും ബന്ദികളാകപ്പെട്ട യാത്രക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. താനൊരു മധ്യസ്ഥൻ മാത്രമാണെന്നും നിങ്ങളുടെ സുരക്ഷയെ കരുതി ഗത്യന്തരമില്ലാതെയാണ് തനിക്കിവിടെ വരേണ്ടി വന്നതും ഇതിൽ ഇടപെടേണ്ടി വന്നതുമെന്നാണ് ഈദി അമീൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഇതിനുശേഷം ഹൈജാക്കർമാർ അധികം സമയം കളയാതെ തങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു പട്ടിക തയ്യാറാക്കി പുറത്തുവിട്ടു. അവരുടെ പ്രധാന ആവശ്യങ്ങൾ
തടവുകാരുടെ മോചനവും പണവുമായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന തങ്ങളുടെ ഗ്രൂപ്പിലെ 53 പേരെ ഉടനടി മോചിപ്പിക്കണം. ഇതിൽ 40 പേർ ഇസ്രായേലി ജയിലുകളിലും ബാക്കിയുള്ളവർ ഫ്രാൻസ്, ജർമ്മനി, കെനിയ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ ജയിലുകളിലുമായിരുന്നു. അതുകൂടാതെ $5 മില്യൺ മോചനദ്രവ്യമായി നൽകണം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ യാത്രക്കാരെയും വിട്ടയക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച ശേഷം അവർ ഒരു സമയപരിധി നിശ്ചയിച്ചു. ജൂലൈ 1 ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു ആ സമയപരിധി. ഈ സമയത്തിനുള്ളിൽ തന്നെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എല്ലാ യാത്രക്കാരെയും ഓരോന്നോരോന്നായി വധിക്കുമെന്ന് അവർ അന്ത്യശാസനം നൽകി. അന്ന് തന്നെ, അതായത് 1978 ജൂൺ 28 ഉഗാണ്ടൻ സർക്കാർ മുഖേന ഈ ആവശ്യങ്ങളടങ്ങിയ സന്ദേശം ഇസ്രായേലിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും എത്തിച്ചു. ഇതിനുശേഷം വൈകാതെ ഹൈജാക്കർമാർ എല്ലാ യാത്രക്കാരെയും പാസ്പോർട്ടുകൾ വാങ്ങി അവരുടെ പേരുകൾ വിളിക്കാൻ തുടങ്ങി. തുടർന്ന് അവർ യാത്രക്കാരെ 2 സംഘങ്ങളായി തിരിച്ചു. ജൂതന്മാരെയും ഇസ്രായേലികളെയും ഒരു പ്രത്യേക സംഘമായും ഇസ്രായേലികളല്ലാത്ത മറ്റു രാജ്യക്കാരെ മറ്റൊരു സംഘമായും. ഇത്തരത്തിൽ വേർതിരിച്ച ശേഷം ജൂതന്മാരെയും ഇസ്രായേലികളെയും വേറൊരു ഹാളിലേക്ക് മാറ്റി. ഇതിൽ ഇരട്ട പൗരത്വമുണ്ടായിരുന്ന ഒരു ഇസ്രായേലി യാത്രക്കാരൻ ഇസ്രായേലിൻ്റെതല്ലാത്ത പാസ്പോർട്ടിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതിനാൽ അയാൾ മാത്രം ആ ഗ്രൂപ്പിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ആ സമയത്ത് ബന്ദികളാക്കപ്പെട്ട യാത്രക്കാരിൽ 74 വയസ്സുള്ള ഡോറ ബോച്ച് എന്ന ഒരു യാത്രക്കാരിക്ക് കടുത്ത അസുഖം ബാധിച്ചിരുന്നു. അതിനാൽ അവരെ ഉടനെ തന്നെ ഉഗാണ്ടയിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കി ബന്ദികളെയെല്ലാം ടെർമിനലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ട ഈ യാത്രക്കാരിയുടെ വിധി പിന്നീട് വളരെ ദാരുണമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് കഥയുടെ തുടർഭാഗങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. അടുത്ത ദിവസം, അതായത് 1976 ജൂൺ 30, അന്ന് തീവ്രവാദികൾ ഒരു കാര്യം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഉഗാണ്ടയിലെ ആ എയർപോർട്ടിലെ പഴയ ടെർമിനലിൽ ഇസ്രായേലികളെ ഒരു ഗ്രൂപ്പായും മറ്റു രാജ്യക്കാരെ മറ്റൊരു ഗ്രൂപ്പായിട്ടുമാണ് ബന്ദികളാക്കിയിരിക്കുന്നത്. അന്ന് ഇസ്രായേലികളല്ലാത്ത ഗ്രൂപ്പിലുണ്ടായിരുന്ന രോഗികൾ, കുട്ടികളുള്ള അമ്മമാർ, പ്രായമായവർ എന്നിങ്ങനെ തിരഞ്ഞെടുത്ത കുറച്ചു പേരെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നു. അതിനു കാരണം, അവർ അന്ന് റാഞ്ചിയെടുത്ത വിമാനത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 12 ജീവനക്കാരടക്കം 260 ആൾക്കാർ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലുള്ള പ്രായമായവരെയും രോഗബാധിതരെയും കുട്ടികളെയും കുഞ്ഞുങ്ങളുള്ള അമ്മമാരെയും ബന്ദികളാക്കി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ളവരെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ മറ്റൊരു വിമാനത്തിൽ 47 പേരെ പാരീസിലേക്ക് വിട്ടയച്ചു. അവരോടൊപ്പം റാഞ്ചപ്പെട്ട വിമാനത്തിലെ ക്യാപ്റ്റൻ അടക്കം 12 ക്രൂ അംഗങ്ങളെയും വിട്ടയക്കാൻ തീരുമാനിച്ചു. എന്നാൽ തങ്ങളുടെ യാത്രക്കാരെ ഉപേക്ഷിച്ച് എങ്ങോട്ടുമില്ലെന്ന് വ്യക്തമാക്കി വിമാനത്തിലെ പൈലറ്റും മറ്റ് ജീവനക്കാരും അവിടെ നിന്നും പോകാൻ വിസമ്മതിച്ച് ആ ബന്ദികളോടൊപ്പം തന്നെ തുടർന്നു. പക്ഷേ ബന്ദികളിൽ 47 പേരെ പാരീസിലേക്ക് വിട്ടയച്ചല്ലോ. അത് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം വലിയ അബദ്ധമായി മാറി. കാരണം ഉഗാണ്ടയിലെ ഹൈജാക്കർമാർ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇസ്രായേലിൽ സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ തങ്ങളുടെ ഇസ്രായേലി ജനങ്ങളെ ഹൈജാക്കറിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അണുനീണ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെ ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെ വാർ റൂം ബ്രീഫിങ്ങുകൾ മുതൽ ക്യാബിനറ്റ് തല മീറ്റിങ്ങുകൾ വരെ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. മൊസാദ്, ഷിൻബെറ്റ്, IDF അതായത് ഇസ്രായേൽ പ്രതിരോധ സേന, സൈറത്ത് മർക്കർ എന്നിവയിലെ പ്രധാന ആസൂത്രകർ, വ്യോമസേന തന്ത്രജ്ഞർ, സൈബർ യൂണിറ്റുകൾ, ഇൻ്റലിജൻ്റ് അനലിസ്റ്റുകൾ തുടങ്ങി ഇസ്രായേലിലെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും ഈ ഹൈജാക്കർമാരെ നേരിടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ രാവും പകലും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾ തയ്യാറാക്കി സൈനിക പരിശീലനങ്ങളും അവർ ആരംഭിച്ചിരുന്നു. ഏത് നിമിഷവും അടിയന്തരമായി പ്രവർത്തിക്കേണ്ടി വന്നാൽ അതിനായി ഒരു എമർജൻസി കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ വേഗത്തിൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഒരു പ്രത്യേക ഫാസ്റ്റ് ഇൻ്റലിജൻസ് ടീമും രൂപീകരിച്ചു. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഓരോ വിവരങ്ങളും കണ്ടെത്തുക എന്നതായിരുന്നു ഈ ഫാസ്റ്റ് ഇൻ്റലിജൻസ് ടീമിൻ്റെ പ്രധാന ദൗത്യം. പ്രവേശന കവാടം എവിടെയാണ്, പുറത്തേക്കുള്ള വഴികൾ ഏതൊക്കെയാണ്, എത്ര ഹൈജാക്കർമാർ അവിടെയുണ്ട്, അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അവർ ശേഖരിച്ചു കൊണ്ടേയിരുന്നു. ഇതേസമയം ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി രക്ഷാപ്രവർത്തനത്തിനായി വിവിധ പദ്ധതികൾ തയ്യാറാക്കാൻ ഒരു പുതിയ ബ്രെയിൻ സ്റ്റോമിംഗ് സിസ്റ്റം സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഹൈജാക്കർമാരെ ഉഗാണ്ടയിൽ പോയി വകവരുത്തി ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ
ഇസ്രായേൽ ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തുന്ന സമയത്തായിരുന്നു ഉഗാണ്ടയിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ ഇസ്രായേലികളല്ലാത്ത 47 പേരെ ഹൈജാക്കർമാർ പാരീസിലേക്ക് വിട്ടയച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പാരീസിലേക്ക് പോയവരെ ചോദ്യം ചെയ്യുന്നതിനായി അല്പം പോലും സമയം പാഴാക്കാതെ ഇസ്രായേലിൻ്റെ ഈ ടീമിലെ ഒരു സംഘം നേരിട്ട് പാരീസിലെത്തി. ആ യാത്രക്കാരിൽ നിന്നും അവർ ഓരോ കാര്യങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. ഹൈജാക്കർമാർ എത്ര പേരുണ്ട്, അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഏതു ഭാഷയിലാണ് ആശയവിനിമയം നടത്തുന്നത്, ഉഗാണ്ടൻ സൈന്യം എവിടെയൊക്കെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്, ബന്ദികളാക്കപ്പെട്ടവരെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, പുറത്തേക്കുള്ള വഴികൾ ഏതൊക്കെയാണ്, അവർ എവിടെയൊക്കെയാണ് വിശ്രമിക്കുന്നത്, ഇങ്ങനെ കിട്ടിയ ഓരോ വിവരങ്ങളും അവർ ക്രോഡീകരിച്ചു. ഈ വിവരങ്ങൾ പിന്നീട് രക്ഷാദൗത്യം ആസൂത്രണം ചെയ്യുന്നതിൽ ഇസ്രായേലിന് വളരെ വലിയൊരു സഹായമായി മാറി. ഈ സമയത്ത് ഇസ്രായേൽ സൈനിക നടപടികൾക്കൊപ്പം തന്നെ നയതന്ത്ര ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. സൈനിക നടപടികൾ ഒഴിവാക്കിക്കൊണ്ട് നയതന്ത്ര തലത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിരുന്നു ഇസ്രായേൽ ആദ്യ പരിഗണന നൽകിയത്. അതിനായി അവർ അമേരിക്കയുമായി രഹസ്യമായി ബന്ധപ്പെട്ടു. അമേരിക്ക വഴി ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായും മറ്റ് ആഫ്രിക്കൻ നേതാക്കളുമായും സംസാരിച്ച് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചു. സൈനിക നടപടിയില്ലാതെ തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ അവർ ഉഗാണ്ടയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ പാലസ്തീൻ നേതൃത്വത്തെ പോലും ഇതിനായി സമീപിച്ചു. PLO ചെയർമാനായിരുന്ന യാസർ അറഫാത്തുമായും അവർ ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യാസർ അറഫാത്ത് ഹൈജാക്കർമാരുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ ഹൈജാക്കർമാർ തീർത്തും വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. അക്കാലത്ത് വിരമിച്ച ഒരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ബറൂച്ച് ബുർക്ക. അദ്ദേഹത്തിന് ഈദി അമീനുമായി സംസാരിക്കാനുള്ള സ്വാധീനവും പഴയൊരു സൗഹൃദവും ഉണ്ടായിരുന്നു. ഇസ്രായേൽ സർക്കാർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം വഴി ഈദി അമീനുമായി ഫോണിലൂടെ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. ബറൂച്ച് ഈദി അമീനുമായി ഫോണിൽ സംസാരിച്ച് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വളരെ വലിയൊരു അവസരമാണിതെന്നും എങ്ങനെയെങ്കിലും ഈ യാത്രക്കാരെ മോചിപ്പിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിന് മുന്നിൽ ഒരു ഹീറോയായി മാറാമെന്നും ബറൂച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അതിനു പുറമെ സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം വരെ വാങ്ങിത്തരാമെന്നുള്ള പ്രലോഭനങ്ങളും ബറൂച്ച് നൽകി. പക്ഷേ ഈദി അമീൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. തൻ്റെ കൈകളിൽ ഒന്നുമില്ലെന്നും തനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അയാൾ ആവർത്തിച്ചു. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക, അല്ലാത്ത പക്ഷം അവർ ശരിക്കും ആ യാത്രക്കാരെ മുഴുവൻ കൊന്നുകളയുമെന്ന് ഈദി അമീൻ വ്യക്തമാക്കി. ആയുധമെടുക്കാതെ സമാധാനപരമായി ഇടപെട്ട് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ആവുന്നത്ര പരിശ്രമിച്ചിട്ടും അതൊന്നും ഫലം കണ്ടില്ല. ഇതൊക്കെ നടക്കുമ്പോഴും ഇസ്രായേൽ നേതൃത്വത്തിന് മേലുള്ള സമ്മർദ്ദം ഓരോ മണിക്കൂറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. സൈനിക തയ്യാറെടുപ്പുകളും നയതന്ത്ര തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇതേ സമയം ഇസ്രായേലി ജനങ്ങളും തങ്ങളുടെ പൗരന്മാരടങ്ങുന്ന യാത്രാവിമാനം ശത്രുക്കളാൽ റാഞ്ചിയെടുക്കപ്പെട്ടതിൻ്റെ സങ്കടകരമായ വാർത്തകളിൽ അവരെ രക്ഷപ്പെടുത്താൻ ഇസ്രായേൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ വാർത്തകളുടെ അപ്ഡേറ്റുകളിലും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നേരിടുന്നതിനും ബന്ദികളാകപ്പെട്ടവരെ ജീവനോടെ രക്ഷിക്കുന്നതിനും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്ഹാക്ക് റാബിൻ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. നമ്മുടെ പൗരന്മാർ ഇപ്പോൾ ഒരു ശത്രു രാജ്യത്തിലായതിനാൽ തൽക്കാലത്തേക്ക് ഹൈജാക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് അദ്ദേഹം ആ യോഗത്തിൽ വ്യക്തമാക്കി. ഈദി അമീൻ ഒരു ഇരട്ടത്താപ്പുകാരനാണെന്നും നാം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് ചെന്ന് ഏതെങ്കിലും തരത്തിൽ സൈനിക നീക്കമോ ആക്രമണമോ നടത്തിയാൽ ഈദി അമീനും അയാളുടെ സൈന്യവും ഹൈജാക്കർമാരെ സഹായിക്കാനേ ശ്രമിക്കുമെന്നും അത് നമ്മളുടെ ഇസ്രായേലി പൗരന്മാരുടെ ജീവൻ അപകടത്തിലാകാൻ കാരണമായേക്കുമെന്നും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്ഹാക്ക് റാബിൻ അടിയന്തര യോഗത്തിൽ തൻ്റെ അഭിപ്രായം ഉന്നയിച്ചു. എന്നാൽ മീറ്റിംഗിൽ ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഷിമോൻ പെരസ് ഇതിനെ ശക്തമായി എതിർത്തു. ഹൈജാക്കർമാർ ആവശ്യപ്പെടുന്നത് പോലെ തീവ്രവാദികളെ നമ്മുടെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ അത് കൂടുതൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭാവിയിൽ അവർ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ലോകത്തിന് മുന്നിൽ നാം കൂടുതൽ ദുർബലരായി കാണപ്പെടുമെന്നും അദ്ദേഹം വാദിച്ചു. ഇതോടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചു. എന്നാൽ അവസാനം വ്യക്തമായ ഒരു സൈനിക പദ്ധതി തയ്യാറാക്കി അവതരിപ്പിക്കാനും അതിനുശേഷം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാമെന്നും തീരുമാനമായി. പിറ്റേന്ന് ജൂലൈ 1. അന്ന് രാവിലെ തന്നെ ടെൽ അവീവിലെ ഹാക്കിറയിൽ ഒരു അടിയന്തര യോഗം ചേർന്നു.
ഈ യോഗത്തിൽ ചീഫ് ഓഫ് സ്റ്റാഫ് മൊർദക്കായ് ഗുർ, പ്രതിരോധ മന്ത്രി ഷിമോൺ, പ്രധാനമന്ത്രി ഇസ്ഹാഖ് റാബിൻ എന്നിവരടങ്ങുന്ന ഉന്നതതല യോഗത്തിനു മുന്നിൽ ഇസ്രായേൽ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഷോംറോൺ 3 പദ്ധതികൾ അവതരിപ്പിച്ചു. ഒന്നാമത്തെ പദ്ധതി എൻഡബെ വിമാനത്താവളത്തിന് സമീപത്തുള്ള വിക്ടോറിയ തടാകത്തിലൂടെ ഇസ്രായേലിൻ്റെ നാവിക കമാൻഡോകൾ ബോട്ടിലെത്തും. ശേഷം വിമാനത്താവളത്തിലെ പഴയ ടെർമിനലിൽ പ്രവേശിച്ച് ഹൈജാക്കർമാരെ വധിക്കുകയും പിന്നീട് ഉഗാണ്ടൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യുക. രണ്ടാമത്തെ പദ്ധതി പാരച്യൂട്ട് വഴി പാരാ കമാൻഡോകളെ വിമാനത്താവളത്തിൽ ഇറക്കുക. അവർ അതിവേഗം അകത്ത് കടന്ന് ഹൈജാക്കർമാരെ വധിക്കുക. മൂന്നാമത്തെ പദ്ധതി കമാൻഡോകൾ ഒരു സാധാരണ യാത്രാ വിമാനത്തിൽ രഹസ്യമായി ഉഗാണ്ടയിലെത്തുക. വിമാനത്താവളത്തിലെ എല്ലാ നിയമങ്ങളും പാലിച്ച് അവിടെ ഇറങ്ങിയ ശേഷം വിമാനത്താവളത്തിലെ പല ഭാഗങ്ങളിലായി ഒളിച്ചിരിക്കുക. അവസരം കിട്ടിയാലുടൻ ഇസ്രായേലി കമാൻഡോകൾ പെട്ടെന്ന് പുറത്തിറങ്ങി ഹൈജാക്കർമാരെ കൊലപ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കുക. എന്നാൽ ഉന്നതതല യോഗത്തിൽ ഈ 3 പദ്ധതികളും നിരസിച്ചു. കാരണം 3 പദ്ധതികളും അകത്ത് കടക്കാനുള്ള തന്ത്രങ്ങൾ മികച്ചതായിരുന്നുവെങ്കിലും ഹൈജാക്കർമാരെ വധിച്ച ശേഷം സുരക്ഷിതമായി തിരികെ വരാനുള്ള വഴികളൊന്നും പ്രായോഗികമായിരുന്നില്ല. ഈ 3 പദ്ധതികളുടെയും മടക്കയാത്ര പൂർണ്ണമായും ഈദി അമീൻ്റെ പിന്തുണയെ ആശ്രയിച്ചായിരുന്നു. ഹൈജാക്കർമാരെ വധിച്ച ശേഷം ഈദി അമീൻ ഇസ്രായേലിനെ പിന്തുണച്ചില്ലെങ്കിൽ ഈദി അമീൻ്റെ സൈന്യത്താൽ ബന്ദികളാകപ്പെട്ടവരെയും രക്ഷപ്പെടുത്താൻ പോകുന്ന ഇസ്രായേലി കമാൻഡോകളുടെയും ജീവൻ അപകടത്തിലാകും. മാത്രമല്ല, ഈദി അമീനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഈദി അമീൻ ഇതിനകം തന്നെ ഹൈജാക്കർമാരുമായി ഒത്തുകളിക്കുകയാണെന്നും ഇസ്രായേലിന് ശക്തമായ സംശയമുണ്ടായിരുന്നു. ഇക്കാരണത്താലാണ് നേരത്തെ പറഞ്ഞ 3 പദ്ധതികളും അവർ തള്ളിക്കളഞ്ഞത്. യോഗം അവസാനിച്ച ശേഷം ഉഗാണ്ടൻ സർക്കാരിനെ യാതൊരു കാരണവശാലും ആശ്രയിക്കാതെയുള്ള മികച്ചൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ബ്രിഗേഡിയർ ജനറൽ ഡാൻ കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് അതേ ദിവസം തന്നെ, അതായത് ഹൈജാക്കർമാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സമയപരിധി പറഞ്ഞിരിക്കുന്ന 1976 ജൂലൈ 1 ഇസ്രായേൽ ഹൈജാക്കർമാരുമായി ഔദ്യോഗികമായി ഒരു ചർച്ച ആരംഭിച്ചു. കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കുറച്ച് സമയം നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു ഈ ചർച്ചയിലൂടെ ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം. അവർ തങ്ങളുടെ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഹൈജാക്കർമാർക്ക് ഒരു സന്ദേശം അയച്ചു. നിങ്ങളുടെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തടവുകാർ നിരവധി പേരുണ്ട്. മാത്രമല്ല, അവർ വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിലുമാണ്. അതിനാൽ അവരെയെല്ലാം മോചിപ്പിച്ച് ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ അടുത്തെത്തിക്കാൻ ഞങ്ങൾക്ക് 2-3 ദിവസത്തെ സമയം കൂടി ആവശ്യമാണ് എന്നതായിരുന്നു ഇസ്രായേൽ തന്ത്രപൂർവ്വം ഹൈജാക്കർമാർക്ക് അയച്ച സന്ദേശം. അങ്ങനെ നിരവധി ചർച്ചകൾക്കൊടുവിൽ ഹൈജാക്കർമാർ വഴങ്ങുകയും സമയപരിധി ജൂലൈ 4 ഉച്ചയ്ക്ക് 2 മണി വരെ നീട്ടുകയും ചെയ്തു. എന്നാൽ ജൂലൈ 4 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തടവുകാരെ കൈമാറിയില്ലെങ്കിൽ എല്ലാ യാത്രക്കാരെയും വധിക്കുമെന്ന് അവർ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് തങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയെന്ന് ഹൈജാക്കർമാർക്ക് തോന്നിയിരുന്നതിനാൽ തന്നെ അതേ ദിവസം ഇസ്രായേലികളല്ലാത്ത ബാക്കിയുള്ള 100 വിദേശ ബന്ദികളെ കൂടി ഹൈജാക്കർമാർ മോചിപ്പിക്കുന്നു. ഇനി ബന്ദികളായിട്ടുള്ളത് ഇസ്രായേൽ യാത്രക്കാരും പൈലറ്റ് അടങ്ങുന്ന 11 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 106 പേരാണ്. ഇതിന് പിന്നാലെ ഈദി അമീൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഗംഭീരമായ ഒരു പ്രഖ്യാപനം നടത്തി. നോക്കൂ, 2 തവണകളിലായി ബന്ദികളായ 147 യാത്രക്കാരെ പാരീസിലേക്ക് സുരക്ഷിതമായി അയച്ചത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ ഇടപെട്ടിട്ടാണ് അവരെ മോചിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും ഞാൻ സംസാരിച്ചാണ് ഈ സമയപരിധി നീട്ടി വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അത്. സമയപരിധി നീട്ടിക്കിട്ടിയതോടെ ഈദി അമീന് കുറേ പ്രശംസകളും ലഭിച്ചു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ വിലപ്പെട്ടതായിരുന്നു. ഈ സമയത്തിനുള്ളിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സംഘത്തിന് വളരെ നിർണായകമായ ഒരു വിവരം ലഭിച്ചു. 1960-നും 1970-നും ഇടയിൽ ഉഗാണ്ടൻ വിമാനത്താവളത്തിലെ പഴയ ടെർമിനൽ, അതായത് ഹൈജാക്കർമാരും അവർ ബന്ദികളാക്കി വച്ചിരിക്കുന്നവരും ഇപ്പോഴുള്ള സ്ഥലം, അത് നിർമ്മിച്ചത് സൊലൈറ്റ് ബോണ എന്ന ഇസ്രായേലി നിർമ്മാണ കമ്പനിയായിരുന്നു. ഉടൻ തന്നെ ഇസ്രായേൽ സർക്കാർ ഈ കമ്പനിയിലെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി. അവരിൽ നിന്നും ടെർമിനലിൻ്റെ കൃത്യമായ രൂപരേഖ, ഡിസൈൻ, പ്രവേശന കവാടങ്ങൾ, പുറത്തേക്കുള്ള വഴികൾ, മുറികൾ, ഇടനാഴികൾ തുടങ്ങിയ ഓരോ ഇഞ്ചും അവർ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി.
ഹൈജാക്കർമാരിൽ നിന്നും മോചിതരായി അന്ന് പാരീസിലേക്ക് പോയ യാത്രക്കാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളും ഇതും കൂട്ടിയിണക്കി രക്ഷാപ്രവർത്തനം കൃത്യമായി നടപ്പിലാക്കാൻ അവർ ആ ടെർമിനലിൻ്റെ യഥാർത്ഥ മാതൃക തന്നെ ഇസ്രായേലിൽ നിർമ്മിച്ചെടുത്തിരുന്നു. അങ്ങനെ എല്ലാ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷം പ്രവേശനവും മടക്കവും എല്ലാം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാകുന്ന ഒരു അന്തിമ പദ്ധതി അവർ തയ്യാറാക്കി. ഈ പദ്ധതി ഇങ്ങനെയായിരുന്നു. കുറച്ച് കമാൻഡോകൾ മാത്രം പോകുന്നതിനു പകരം ഉഗാണ്ടയെയും മറ്റ് രാജ്യങ്ങളെയും അറിയിക്കാതെ റഡാറിൻ്റെ കണ്ണുവെട്ടിച്ച് 100-ലധികം വരുന്ന ഇസ്രായേലിൻ്റെ വലിയൊരു കമാൻഡോ സംഘം ഉഗാണ്ടയിലെത്തുക. ആരെയും അറിയിക്കാതെ അവർ രഹസ്യമായി വിമാനത്താവളത്തിൽ ഇറങ്ങുകയും എയർപോർട്ട് മുഴുവനുമായി അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുക. ഉഗാണ്ടൻ സൈന്യം വന്നാലോ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാലോ നേരിടാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. വിമാനത്താവളം മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയ ശേഷം ഹൈജാക്കർമാരെ വധിക്കുകയും എല്ലാ യാത്രക്കാരെയും രക്ഷിച്ച് സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തുകയും ചെയ്യുക. ഇസ്രായേലിൻ്റെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഇഷ്ടപ്പെട്ട ഈ അന്തിമ പദ്ധതിയിൽ വലിയ അത്ഭുതങ്ങളോ മുൻപൊരിക്കലും ആരും ചിന്തിക്കാത്ത തന്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പദ്ധതിയെ അസാധാരണമാക്കിയ ഏറ്റവും പ്രധാന ഘടകം അതിലെ വേഗതയായിരുന്നു. ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വേഗതയിൽ അത് പൂർത്തിയാക്കണം. ഈ ദൗത്യത്തിൽ ഓരോ ഘട്ടത്തിലും എത്ര വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി തീരുമാനിച്ചിരുന്നു. കാരണം അതിവേഗം പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ശത്രു രാജ്യത്ത് അവരുടെ അനുമതിയില്ലാതെ പോയി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇടിമിന്നലിൻ്റെ വേഗതയിൽ ഈ ദൗത്യം പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന് പേര് നൽകിയത്. അങ്ങനെ ദീർഘമായ ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ശേഷം 1976 ജൂലൈ 3 വൈകുന്നേരം 6:30 ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഇസ്രായേൽ സർക്കാരിൽ നിന്നും സൈന്യത്തിന് ഔദ്യോഗിക അനുമതി ലഭിച്ചു. ഇതിനോടകം തന്നെ ആ പഴയ ടെർമിനലിൻ്റെ രൂപരേഖകൾ വച്ചുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പകൽ സമയത്ത് ദൗത്യം നടത്തിയാൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടും അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഹൈജാക്കർമാർ നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കുന്നത് കൊണ്ടുമാണ് ജൂലൈ 3 രാത്രി 11 മണിക്ക് തന്നെ ദൗത്യം ആരംഭിക്കാൻ അവർ തീരുമാനിച്ചത്. ഒരു വശത്ത് ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിൽ ഹൈജാക്കർമാർ വളരെ സന്തോഷത്തിലായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ തങ്ങളുടെ ആളുകളെ തിരികെ ലഭിക്കുമെന്നും മോചനദ്രവ്യമായി $5 മില്യൺ ലഭിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ മറുവശത്ത് ആ ഹൈജാക്കർമാരെ വധിക്കാനായി ഇസ്രായേലി കമാൻഡോകൾ വിമാനങ്ങളിൽ പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഈ ദൗത്യത്തിനായി ഇസ്രായേൽ C-130യുടെ 4 ഹെർക്കുലീസ് വിമാനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഇതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ടായിരുന്നു. മോശം റൺവേകളിൽ ഇറങ്ങാനും അതിവേഗം ലാൻഡ് ചെയ്യാനും ചെറിയ റൺവേകളിൽ നിന്ന് വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും ഈ വിമാനങ്ങൾക്ക് കഴിയുമായിരുന്നു. മാത്രമല്ല യാതൊരു പിന്തുണയും ലഭിക്കാത്ത ഒരു ശത്രു രാജ്യത്തേക്കാണ് അവർ പോകുന്നത്. അതിനാൽ അവർക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടിയിരുന്നു. ഹെർക്കുലീസ് വിമാനങ്ങൾക്ക് വലിയ ഭാരം വഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ വിമാനങ്ങളുടെ പിൻഭാഗത്തെ വാതിൽ പൂർണ്ണമായും തുറക്കാൻ കഴിഞ്ഞിരുന്നതിനാൽ സാധനങ്ങൾ വേഗത്തിൽ കയറ്റാനും ഇറക്കാനും സാധിച്ചിരുന്നു. അതുകൂടാതെ ഈ നടത്താൻ പോകുന്ന ദൗത്യത്തിൽ ഒരു മെഴ്സിഡസ് കാറിനും ചില ലാൻഡ് റോവറുകൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു. ഈ വലിയ കാറുകൾ ഉൾപ്പെടെ കൊണ്ടുപോകാൻ ഈ വിമാനങ്ങൾ വളരെ അനുയോജ്യമായിരുന്നു. ഇവ സ്റ്റെൽത്ത് വിമാനങ്ങളായിരുന്നുവെങ്കിലും റഡാറിൻ്റെ കണ്ണുവെട്ടിച്ച് താഴ്ന്നു പറക്കുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവായിരുന്നു. ഇസ്രായേലിൽ നിന്നും ഉഗാണ്ടയിലേക്കുള്ള ദൂരം 4000-ലധികം കിലോമീറ്ററാണ്. അതിനാൽ പോകുമ്പോൾ ഇന്ധനം മുഴുവൻ നിറച്ചാലും ദൗത്യം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും വച്ച് വിമാനത്തിൽ വീണ്ടും ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനായി കെനിയയിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാൻ അവർ രഹസ്യമായി കെനിയൻ സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ശേഷം രാത്രി 11 മണിയോടെ ഈ 4 ഹെർക്കുലീസ് വിമാനങ്ങളും ഇസ്രായേലിലെ ഷാമേൽ ഷേഖ് പ്രദേശത്ത് നിന്നും പറന്നുയർന്നു. ഇവയ്ക്ക് പിന്നാലെ 2 ബോയിങ് 707 വിമാനങ്ങളും പുറപ്പെട്ടിരുന്നു. ഇതിൽ ഒരു ബോയിങ് വിമാനം അടിയന്തര സാഹചര്യങ്ങൾക്കായി കെനിയയിൽ നിർത്തിയിടാനും രണ്ടാമത്തെ വിമാനം ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആകാശത്ത് നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കാനുമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും സന്നാഹങ്ങളോടും കൂടി ചെങ്കടലിന് മുകളിലൂടെ അന്താരാഷ്ട്ര ഫ്ലൈറ്റ് റൂട്ട് വഴി അവർ മുന്നോട്ട് നീങ്ങി. യാത്രാമധ്യേ ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണു വെട്ടിക്കുന്നതിനായി അവർ വളരെ താഴ്ന്ന ഉയരത്തിലാണ് പറന്നിരുന്നത്. അങ്ങനെ എത്യോപ്യയും കെനിയയും കടന്ന് വിക്ടോറിയ തടാകത്തിന് മുകളിലൂടെ അവർ ലക്ഷ്യസ്ഥാനമായ ഉഗാണ്ടയുടെ എൻഡബെ വിമാനത്താവളത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു.
അവരുടെ പദ്ധതി ഇതായിരുന്നു: ഈ 4 വിമാനങ്ങളിൽ ആദ്യത്തെ ഒരു വിമാനം ആദ്യം ലാൻഡ് ചെയ്യും. അതിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചതിന് ശേഷമേ ബാക്കി 3 വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയുള്ളൂ. ദൗത്യത്തിനായി പുറപ്പെട്ട ഈ 4 ഹെർക്കുലീസ് വിമാനങ്ങൾക്കും കൃത്യമായ ചുമതലകൾ നൽകിയിരുന്നു. ഏറ്റവും ആദ്യം ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന 1ാമത്തെ വിമാനത്തിൽ പഴയ ടെർമിനലിലെ ഹാളിൽ കയറി നേരിട്ട് ഓപ്പറേഷൻ നടത്തേണ്ട പ്രധാന പാരാട്യൂട്ടർ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 29 പേരടങ്ങുന്ന ഇസ്രായേലിൻ്റെ പ്രത്യേക കമാൻഡോ സംഘമായ സൈറേറ്റ് മൾക്കറായിരുന്നു. യോനാഥൻ നെതന്യാഹു ആയിരുന്നു ഇവരെ നയിച്ചിരുന്നത്. നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു ഈ യോനാഥൻ നെതന്യാഹു. കൂടാതെ ഒരു മെഴ്സിഡസ് കാറും ചില ലാൻഡ് റോവറുകളും മറ്റു ചില വാഹനങ്ങളും ഈ വിമാനത്തിൽ കരുതിയിരുന്നു. 2ാമത്തെ വിമാനത്തിൽ ക്വിക്ക് റിയാക്ഷൻ ടീമായിരുന്നു. വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങി എയർപോർട്ടിലെ പുതിയ ടെർമിനൽ പ്രദേശം ക്ലിയർ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ഉഗാണ്ടൻ സൈന്യം തിരിച്ചടിച്ചാൽ അവരെ നേരിടാനും മറ്റ് കമാൻഡോകൾ ബന്ദികളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ അവർക്ക് വിമാനങ്ങളിലേക്ക് വരാൻ സുരക്ഷിതമായ ഒരു വഴി ഒരുക്കാനും വേണ്ടിയായിരുന്നു ഇത്. 3ാമത്തെ വിമാനത്തിൽ റിസർവ് പാരാട്യൂട്ടർമാരായിരുന്നു. വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഉഗാണ്ടൻ വ്യോമസേനയുടെ മിഗ് ഫ്ലൈറ്റ് വിമാനങ്ങളെല്ലാം തകർക്കുക എന്നതായിരുന്നു ഇവരുടെ ചുമതല. ബന്ദികളെ മോചിപ്പിച്ച ശേഷം ഈ 4 വിമാനങ്ങളും മടങ്ങുമ്പോൾ ഉഗാണ്ടൻ വ്യോമസേന തങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കാതിരിക്കാനാണ് അവർ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയത്. 4ാമത്തെ വിമാനത്തിൽ മെഡിക്കൽ സംഘവും ആളുകളെ ഒഴിപ്പിക്കാനുള്ള സംഘവുമായിരുന്നു. ഇതിനൊപ്പം 10 പേരടങ്ങുന്ന ഒരു റീഫ്യൂവലിംഗ് ടീമിനെയും ബാക്കപ്പായി അവർ കരുതിയിരുന്നു. അവരുടെ പക്കൽ പോർട്ടബിൾ ഫ്യൂവൽ പമ്പുകളും മറ്റുമുണ്ടായിരുന്നു. മടങ്ങുമ്പോൾ കെനിയയിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ഉപയോഗിക്കാനായിരുന്നു ഇത്. ഉഗാണ്ടയിലെ എൻഡബെ എയർപോർട്ടിൽ ഇന്ധനം സൂക്ഷിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്ന് അവർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ സ്വന്തമായി പമ്പ് ഉപയോഗിച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഇത്തരത്തിൽ സർവ്വ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു ഇസ്രായേൽ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയമായപ്പോഴേക്കും 1ാമത്തെ വിമാനം ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വിമാനത്താവളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ആ എയർപോർട്ടിൻ്റെ യഥാർത്ഥ ഘടന എങ്ങനെയുള്ളതാണെന്നൊന്ന് വ്യക്തമാക്കാം. വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ, പുതിയ റൺവേ, പുതിയ ATC ടവർ എന്നിവയുണ്ട്. അതിനു പുറമെ പഴയ ടെർമിനലുമുണ്ട്. ഈ പഴയ ടെർമിനൽ കെട്ടിടം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ഈ പഴയ ടെർമിനൽ കെട്ടിടത്തിലാണ് യാത്രക്കാരെ എല്ലാം ബന്ദികളാക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ബന്ദികളും ഹൈജാക്കർമാരും മാത്രമേ ഉള്ളൂ. അവിടേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് നടക്കാൻ പോകുന്നത്. ഈ പഴയ ടെർമിനലിനോട് ചേർന്ന് ഒരു പഴയ ATC ടവർ കൂടിയുണ്ട്. അതിനു മുകളിൽ ഉഗാണ്ടൻ സൈനികർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പഴയൊരു റൺവേയും ഒരു മിലിറ്ററി റൺവേയുമുണ്ട്. ഇതിനരികിലായിട്ടാണ് ഉഗാണ്ടൻ വ്യോമസേനയുടെ 11 മിഗ് ഫൈറ്റർ ജെറ്റുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വിമാനത്താവളത്തിന് തെക്കുവശത്തായിട്ടാണ് വിക്ടോറിയ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിന് മുകളിലൂടെ താഴ്ന്നു പറന്നാണ് ഇസ്രായേലി വിമാനങ്ങൾ ഓരോന്നോരോന്നായി വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കമാൻഡോകളുമായി വന്ന ആദ്യത്തെ വിമാനം ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിന് സമീപത്തെത്തി. ആദ്യം തന്നെ വിമാനത്തിൻ്റെ ലൈറ്റുകളെല്ലാം അണച്ചു. ഒപ്പം ശബ്ദം കുറയ്ക്കുന്നതിനായി 4 എഞ്ചിനുകളിൽ 2 എണ്ണം ഓഫ് ചെയ്തു. തുടർന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പതുക്കെ ലാൻഡ് ചെയ്യാൻ തുടങ്ങി. ലാൻഡ് ചെയ്യുന്നതിനിടയിൽ തന്നെ സാധനങ്ങൾ വേഗത്തിൽ ഇറക്കാൻ കഴിയുന്ന തരത്തിൽ വിമാനത്തിൻ്റെ വാതിലുകൾ ആകാശത്ത് വെച്ച് തന്നെ തുറന്നിരുന്നു. ലാൻഡ് ചെയ്ത ഉടനെ ബാക്കിയുള്ള 3 വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാൻ അവർ ഒരു ബാറ്ററി ലൈറ്റ് ഉപയോഗിച്ച് രഹസ്യ സിഗ്നലുകൾ നൽകി. ആക്രമണം നടക്കുമ്പോൾ ഉഗാണ്ടൻ സൈന്യം റൺവേയിലെ ലൈറ്റുകൾ അണച്ചാലും തങ്ങളുടെ മറ്റു വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവർ സ്വന്തമായി ലൈറ്റ് സിഗ്നലുകൾ ഉപയോഗിച്ചത്. തുടർന്ന് ഈ വിമാനം കറങ്ങി പഴയ റൺവേക്ക് കുറച്ചകലെയായി വന്നു നിന്നു. അതിൽ നിന്നും ആദ്യം ഒരു കറുത്ത മെഴ്സിഡസ് ബെൻസും 2 ലാൻഡ് റോവറുകളും മറ്റു ചില വാഹനങ്ങളും പുറത്തിറക്കി. ഇനി നടപ്പാക്കാൻ പോകുന്ന തന്ത്രം വളരെ നിർണായകരമായിരുന്നു. ഈദി അമീൻ എപ്പോഴും ഒരു വാഹന വ്യൂഹമായിട്ടാണ് എയർപോർട്ടിൽ വരാറുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യാജ വാഹന വ്യൂഹം സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. ഇതിനായി ഈദി അമീൻ്റെ കാറുകളുടെ അതേ നിറവും അതേ നമ്പർ പ്ലേറ്റും അതേ പതാകകളും വച്ചാണ് അവർ ഈ കാറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വ്യാജ വാഹന വ്യൂഹത്തിലാണ് ഇസ്രായേലി കമാൻഡുകൾ ഒളിച്ചിരിക്കാൻ പോകുന്നത്. ഈദി അമീൻ്റെ കാറുമായി പൂർണ്ണമായും സാമ്യമുള്ള വിധത്തിൽ ഇസ്രായേലി കമാൻഡോകൾ വ്യാജ നമ്പറും വ്യാജ പതാകകളുമെല്ലാം അതിൽ ഘടിപ്പിച്ചിരുന്നു.
അങ്ങനെ ഈ വ്യാജ വാഹനവ്യൂഹം തയ്യാറാക്കിയ ശേഷം യോനാഥൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ പ്രധാന സംഘമായ 29 കമാൻഡോകളും 51 പാരാട്യൂട്ടർമാരും ഈ വാഹനത്തിൽ കയറി. വെറും 30 സെക്കൻഡ് മുതൽ 2 മിനിറ്റിനുള്ളിൽ ഇവയെല്ലാം പൂർത്തിയാക്കി. തുടർന്നവർ ഈ വ്യാജ വാഹനവ്യൂഹവുമായി പഴയ ടെർമിനലിന് നേരെ നീങ്ങാൻ തുടങ്ങി. അവർ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ബാക്കിയുള്ള 3 വിമാനങ്ങളും ഓരോന്നോരോന്നായി റൺവേകളിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇവയിൽ നിന്നുള്ള സംഘങ്ങൾ അതിവേഗം പുറത്തിറങ്ങി നിശ്ചയിച്ചിരുന്നത് പോലെ വിമാനത്താവളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ തുടങ്ങി. ഈ സംഘം പുതിയ ടെർമിനൽ പ്രദേശം സുരക്ഷിതമാക്കിയപ്പോൾ മറ്റൊരു സംഘം പുതിയ കൺട്രോൾ ടവർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ഈ സമയത്ത് യോനി നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള വ്യാജ വാഹന വ്യൂഹം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് സഞ്ചരിച്ചിരുന്നത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഈദി അമീൻ സാധാരണയായി സഞ്ചരിക്കുന്ന അതേ വേഗതയിലായിരുന്നു അവരും പോയിരുന്നത്. എന്നാൽ ഇവിടെ വളരെ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തു. ഈദി അമീൻ എപ്പോഴും ഒരു കറുത്ത മെഴ്സിഡസ് ബെൻസിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതിനാൽ ഇസ്രായേലി കമാൻഡോകളും തങ്ങളുടെ വ്യാജ വാഹന വ്യൂഹത്തിൽ ഈദി അമീൻ്റെതായി തോന്നിപ്പിക്കുന്ന അതേ നമ്പർ പ്ലേറ്റുള്ള കൃത്യം കറുത്ത നിറത്തിലുള്ള മെഴ്സിഡസ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വെറും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈദി അമീൻ ഒരു വെള്ള മെഴ്സിഡസ് കാർ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അയാൾ ആ വെള്ള കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ പുതിയ വിവരം ഇസ്രായേലി കമാൻഡോകൾക്ക് ലഭിച്ചിരുന്നില്ല. അതിനാൽ അവർ കറുത്ത മെഴ്സിഡസ് കാർ അടങ്ങുന്ന ഈ വ്യാജ വാഹന വ്യൂഹവുമായി പഴയ ടെർമിനലിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകലെ എത്തിയപ്പോൾ കാവൽ നിന്നിരുന്ന 2 ഉഗാണ്ടൻ സുരക്ഷാ ഭടന്മാർക്ക് സംശയം തോന്നി. കഴിഞ്ഞ 2 ദിവസമായി ഈദി അമീൻ വെള്ള കാറിലായിരുന്നല്ലോ വന്നിരുന്നത്, പിന്നെ ഇന്ന് എങ്ങനെ കറുത്ത കാർ വന്നു? അതും ഈ രാത്രിയിൽ എന്തിനാണ് വരുന്നത് എന്നവർ ചിന്തിച്ചു. സംശയം തോന്നിയ ആ 2 ഉഗാണ്ടൻ സുരക്ഷാ ഭടന്മാർ ചേർന്ന് ആ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തി. ഈ ഓപ്പറേഷനിൽ ഉഗാണ്ടൻ സൈനികരെ ആരെയും കൊല്ലരുതെന്ന് ഇസ്രായേലി കമാൻഡോകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പരമാവധി അവരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണം, അല്ലാത്തപക്ഷം അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് ഇസ്രായേലി ഓപ്പറേഷൻ ടീമിന് അറിയാമായിരുന്നു. എന്നാൽ ഉഗാണ്ടൻ സുരക്ഷാ ഭടന്മാർ വാഹനം തടഞ്ഞ ഉടനെ കറുത്ത മെഴ്സിഡസ് ബെൻസിൻ്റെ പിന്നിലത്തെ സീറ്റിലിരിക്കുകയായിരുന്ന ഒരു ഇസ്രായേലി കമാൻഡോ വിൻഡോ താഴ്ത്തി ശബ്ദമില്ലാത്ത സൈലൻസർ ഘടിപ്പിച്ച തോക്ക് ഉപയോഗിച്ച് ആ ഭടനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. എന്നാൽ ഇതേ സമയത്ത് അതിന് പിന്നിലുണ്ടായിരുന്ന ലാൻഡ് റോവർ കാറിലെ മറ്റൊരു ഇസ്രായേലി കമാൻഡോ രണ്ടാമത്തെ ഉഗാണ്ടൻ കാവൽക്കാരന് നേരെ സൈലൻസർ ഇല്ലാത്ത തോക്കുകൊണ്ടാണ് വെടിയുതിർത്തത്. ഇത് കാരണം എയർപോർട്ടിലാകെ വലിയൊരു വെടിയൊച്ച മുഴങ്ങി. അതുവരെ ആ വിമാനത്താവളത്തിൽ തങ്ങി നിന്ന രാത്രിയുടെ നിശബ്ദത ഭേദിക്കപ്പെട്ടു. ഇതോടെ ടെർമിനലിനുള്ളിലെ ഹൈജാക്കർമാരും ഉഗാണ്ടൻ സേനയും വിവരമറിയുമെന്ന് ഇസ്രായേലി കമാൻഡോകൾക്ക് മനസ്സിലായി. ആ 2 കാവൽക്കാരെയും കൊലപ്പെടുത്തിയ ഉടനെ അവർ ആ വ്യാജ വാഹന വ്യൂഹത്തിലെ കാറുകളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചു. തുടർന്ന് കമാൻഡോകൾ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് പഴയ ടെർമിനലിലേക്ക് അതിവേഗം ഓടാൻ തുടങ്ങി. കേവലം 300 മീറ്റർ മാത്രം അകലെയായിരുന്നതിനാൽ അവർ വേഗത്തിൽ ആ പഴയ ടെർമിനലിലേക്ക് ഓടി എത്തിച്ചേർന്നു. അവർ അവിടെ എത്തിയതും പഴയ ATC ടവറിന് മുകളിലുണ്ടായിരുന്ന ഉഗാണ്ടൻ സൈന്യം അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ഇതേസമയം മറ്റു വിമാനങ്ങളിൽ നിന്നിറങ്ങിയ ഇസ്രായേലിൻ്റെ 2 സംഘങ്ങൾ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകി അവരെ നേരിട്ടു. ഇതേസമയം യോനാഥൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിൽക്കാതെ പഴയ ടെർമിനലിലെ പ്രധാന ഹാളിലേക്ക് അതിക്രമിച്ചു കയറാൻ തുടങ്ങി. വേഗതയായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. അതിനാൽ അവർ ഒട്ടും തന്നെ സമയം പാഴാക്കിയില്ല. എന്നാൽ യോനാഥൻ നെതന്യാഹു അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും ഒരു യുഗാണ്ടൻ സൈനികൻ വെടിയുതിർക്കുകയും ആ വെടിയേറ്റ് അദ്ദേഹം അവിടെ വച്ച് തന്നെ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ആരംഭിച്ച ഉടനെ തന്നെ തങ്ങളുടെ പ്രധാന കമാൻഡർ കൊല്ലപ്പെട്ടുവെങ്കിലും അവരാരും അവിടെ പകച്ചു നിന്നില്ല, ദൗത്യത്തിൽ നിന്നും പിന്മാറിയതുമില്ല. അവർ നേരിട്ട് ഹാളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഒരു ഹൈജാക്കർ പുറത്തേക്ക് വന്നു. കമാൻഡോകൾ അയാളെ അവിടെ വച്ച് തന്നെ വധിച്ചു. എന്നിട്ടവർ ഉള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ ഭയന്നു വിറച്ച യാത്രക്കാരോടൊപ്പം 2 ഹൈജാക്കർമാരും ഉണ്ടായിരുന്നു. അവർ കമാൻഡോകൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയെങ്കിലും നിമിഷ നേരം കൊണ്ട് കമാൻഡോകൾ ആ 2 ഹൈജാക്കർമാരെയും വെടിവെച്ച് വീഴ്ത്തി. അവരെ കൊലപ്പെടുത്തിയ ശേഷം ഇസ്രായേലി കമാൻഡോകൾ ഒരു മെഗാഫോണിലൂടെ ഇംഗ്ലീഷിലും ഹീബ്രുവിലും ബന്ദികളാക്കപ്പെട്ട യാത്രക്കാരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്റ്റേ ഡൗൺ, താഴെ കിടക്കുക എന്ന്. എന്നാൽ ഇത് കേട്ടിട്ടും ഭയന്നുപോയ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ട് അയാളൊരു ഹൈജാക്കറാണെന്ന് തെറ്റിദ്ധരിച്ച് കമാൻഡോകൾ അബദ്ധത്തിൽ അയാളെ വെടിവെച്ചു കൊന്നു.
ഈ വെടിവെപ്പുകൾക്കിടയിൽ നിർഭാഗ്യവശാൽ മൊത്തം 3 ബന്ദികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. തുടർന്ന് ബാക്കിയുള്ള ഹൈജാക്കർമാർ എവിടെയാണെന്ന് കമാൻഡോകൾ ബന്ദികളാക്കപ്പെട്ടിരുന്ന യാത്രക്കാരോട് ചോദിച്ചു. തൊട്ടടുത്തുള്ള മുറിയിലുണ്ടെന്ന് യാത്രക്കാർ ആംഗ്യം കാണിച്ചു. ഉടനെ തന്നെ ചില കമാൻഡോകൾ ആ മുറിയിലേക്ക് ആദ്യം ഗ്രനേഡ് എറിയുകയും തുടർന്ന് അകത്തേക്ക് കയറി ബാക്കിയുള്ള ഹൈജാക്കർമാരെ വധിക്കുകയും ചെയ്തു. അതായത് വിമാനം റാഞ്ചിയ 4 പേരും ഉഗാണ്ടയിൽ വച്ച് ഒപ്പം ചേർന്ന 3 പേരും ഉൾപ്പെടെ മൊത്തം 7 ഹൈജാക്കർമാരെയും അവർ വകവരുത്തി. ഇതിനുശേഷം കമാൻഡോകൾ 1-ാം നിലയിലും താഴെയുമെല്ലാം പരിശോധിച്ച് പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി. ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന യാത്രക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിലായതോടെ അവരെല്ലാം കൊണ്ട് പുറത്തേക്ക് വരികയാണെന്ന് കമാൻഡോകൾ റേഡിയോ വഴി തങ്ങളുടെ മറ്റ് സംഘാംഗങ്ങൾക്ക് സന്ദേശം നൽകി. മൊത്തം 106 ബന്ദികളിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ളവരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു. നമ്മൾ മുമ്പ് പറഞ്ഞ ഡോറ ബോച്ച എന്ന 74-കാരിയായ യാത്രക്കാരി അസുഖം ബാധിച്ച് ഉഗാണ്ടൻ സിറ്റി ആശുപത്രിയിൽ ഇപ്പോഴും കഴിയുകയാണ്. അങ്ങനെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ച യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവരാൻ കമാൻഡോകൾ ആരംഭിച്ചു. യാത്രക്കാരെ പുറത്തിറക്കുന്ന സമയത്ത് പുറത്ത് ശക്തമായ വെടിവെപ്പ് നടക്കുന്നുണ്ടായിരുന്നു. പഴയ ATC ടവറിൽ നിന്നുള്ള ഉഗാണ്ടൻ സൈനികരെ കമാൻഡോകൾ ഇതിനകം വധിച്ചിരുന്നു. തുടർന്ന് കമാൻഡോകൾ ഒരു സുരക്ഷാ വലയം തീർക്കുകയും യാത്രക്കാരെ ഓരോരുത്തരായി സുരക്ഷിതമായി വിമാനങ്ങളിൽ കയറ്റുകയും ചെയ്തു. ഇതിനുശേഷം കമാൻഡോകൾ ഉഗാണ്ടൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന റൺവേയിലേക്ക് നീങ്ങുകയും തങ്ങളുടെ മടക്കയാത്രയിൽ ഉഗാണ്ടൻ വ്യോമസേന പിന്തുടരാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന 11 മിഗ് ഫൈറ്റർ വിമാനങ്ങൾ ഇസ്രായേലി കമാൻഡോകൾ പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ 4 വിമാനങ്ങളും എല്ലാ യാത്രക്കാരെയും വീരമൃത്യു വരിച്ച യോനാഥൻ നെതന്യാഹുവിൻ്റെ ഭൗതിക ശരീരവും വഹിച്ച് ഉഗാണ്ടയിൽ നിന്നും പറന്നുയർന്നു. വെറും 53 മിനിറ്റ് മാത്രമാണ് കമാൻഡോകൾ ആ വിമാനത്താവളത്തിൽ ചിലവഴിച്ചത്. വെറും 30 മിനിറ്റ് മാത്രമാണ് ഏറ്റുമുട്ടൽ നീണ്ടുനിന്നത്. ഹൈജാക്കർമാർ 7 പേരെയും വധിച്ചു. ഒരു ഉഗാണ്ടൻ സൈനികനെ പോലും കൊല്ലരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഏറ്റുമുട്ടലിൽ 45 ഉഗാണ്ടൻ സൈനികർ കൊല്ലപ്പെട്ടു. ഉഗാണ്ടയിൽ നിന്നും പറന്നുയർന്ന 4 വിമാനങ്ങളും നേരെ കെനിയയിൽ ലാൻഡ് ചെയ്തു. അവിടെ വെച്ച് ഇന്ധനം നിറച്ച ശേഷം അവർ യാത്ര തുടർന്ന് നേരെ ഇസ്രായേലിലെ ബെൽഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങി. കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് ജൂൺ 27-ന് രാവിലെ പാരീസിലേക്കുള്ള യാത്രയ്ക്കായി ഈ യാത്രക്കാർ വിമാനം കയറിയ അതേ എയർപോർട്ടിൽ. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരവും ആസൂത്രണവുമായ ഒരു സൈനിക രക്ഷാദൗത്യമായിരുന്നു ഇത്. മരണത്തിൻ്റെ വക്കിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ആ യാത്രക്കാരുടെ ചരിത്രപരമായ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ ഓപ്പറേഷൻ വിജയകരമായി അവസാനിച്ചതോടെ ഉഗാണ്ടയിൽ ഈദി അമീൻ്റെ രോഷം ആളിക്കത്തി. ഇസ്രായേലികൾക്ക് ഇത്ര കൃത്യമായി ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് തൻ്റെ സൈനിക മേധാവി അവരെ സഹായിച്ചത് കൊണ്ടാകാമെന്ന് സംശയിച്ച് ഈദി അമീൻ തൻ്റെ സ്വന്തം സൈനിക മേധാവിയെ അറസ്റ്റ് ചെയ്തു. കൂടാതെ മടക്കയാത്രയിൽ ഇസ്രായേലി വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കെനിയ സൗകര്യമൊരുക്കിയതിനാൽ കെനിയയ്ക്കെതിരെ തിരിച്ചടിക്കാനും ഈദി അമീൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തൻ്റെ മിഗ് വിമാനങ്ങളെല്ലാം ഇസ്രായേൽ ഓപ്പറേഷനിൽ തകർക്കപ്പെട്ടിരുന്നതുകൊണ്ട് അയാൾക്ക് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ അതിനു പകരം ഉഗാണ്ടയിൽ താമസിച്ചിരുന്ന എല്ലാ കെനിയൻ പൗരന്മാരെയും കൊന്നൊടുക്കാൻ അദ്ദേഹം തൻ്റെ സൈന്യത്തിന് ഉത്തരവിട്ടു. അതിൻ്റെ ഫലമായി ഉഗാണ്ടയിൽ 245 കെനിയക്കാരെ അവർ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. കൂടാതെ 3000-ലധികം കെനിയക്കാരെ പിടികൂടി ജയിലിലടച്ചു. നിർഭാഗ്യകരമായ മറ്റൊരു സംഭവം അതിനിടയിലുണ്ടായി. അസുഖം ബാധിച്ചതിനാൽ ഉഗാണ്ടൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്ന ഡോറ ബോച്ച എന്ന യാത്രക്കാരിയെ രക്ഷപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. കുറേ കാലത്തേക്ക് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട രേഖകളിൽ പറയുന്നത് ഇസ്രായേലിനോടുള്ള പ്രതികാരമെന്നോണം ഈദി അമീൻ അവരെ ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. ഈ ഓപ്പറേഷനിൽ വീരമൃത്യു വരിച്ച ഒരേ ഒരു ഇസ്രായേലി കമാൻഡോ യോനാഥൻ നെതന്യാഹു മാത്രമായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ ആദരവും സഹതാപവും തോന്നി. അദ്ദേഹം ഇസ്രായേലിൻ്റെ ഒരു വലിയ ദേശീയ ഹീറോയായി മാറി. ഇതോടുള്ള ആദര സൂചകമായി ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന ദൗത്യത്തിൻ്റെ പേര് പിന്നീട് ഓപ്പറേഷൻ യോനാഥൻ എന്ന പേരാറ്റി മാറ്റി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇസ്രായേൽ ജനത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് തങ്ങളുടെ പ്രധാനമന്ത്രി ആക്കിയതിന് പിന്നിലെ ഒരു പ്രധാന കാരണവും ഈ സംഭവം തന്നെയായിരുന്നു. ഈ സംഭവം നടന്നിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞുവെങ്കിലും ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരവും ഏറ്റവും മികച്ച ലോങ് ഡിസ്റ്റൻസ് സൈനിക രക്ഷാപ്രവർത്തനമായാണ് ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ഇന്നും അറിയപ്പെടുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ വ്യത്യസ്തവും അറിവ് തരുന്നതും ആരെയും അതിശയിപ്പിക്കുന്ന ലോകത്തിലെ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.